എൻ്റെ പേര് ബിജു എസ്. കൊറ്റംകുളങ്ങര അമ്പലത്തിൻ്റെ സ്റ്റേജിൻ്റെ തെക്ക് വശം, ഗ്രൗണ്ടിൻ്റെ തെക്ക് വശം താമസിക്കുന്ന ആളാണ് ഞാൻ. ഞാൻ ഇന്ത്യൻ ബാങ്കിൽ 6 വർഷമായിട്ട് ജോലി ചെയ്യുന്നു. സബ് സ്റ്റാഫായിട്ട് ജോലിയാണ്. ഞാൻ എട്ട് പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് വിളക്കെടുത്തത്. പിന്നെ തുടർച്ചയായിട്ട് ഒരു 15 വർഷത്തോളം എടുക്കുമായിരുന്നു. പിന്നെ ഗൾഫിൽ പോയി. പിന്നെ നാട്ടിൽ വന്നതിന് ശേഷം കുറച്ച് നാൾ എടുത്തില്ല. ഇപ്പം 2-3 വർഷമായിട്ട് തുടർച്ചയായിട്ട് എടുക്കുന്നുണ്ട്. പണ്ട് കാലത്ത് കാടും പുൽമേടുകളും വയലുകളും നിറഞ്ഞൊരു പ്രദേശമായിരുന്നു ഇത്. ഇവിടെ കുട്ടികൾ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ അവർക്ക് ഒരു തെങ്ങിൽ തേങ്ങ കിട്ടുകയും ആ തേങ്ങ തൊട്ടടുത്ത് കണ്ട ഒരു കല്ലിലിടിച്ച് പൊട്ടിക്കാൻ ശ്രമിക്കുകയും ആ കല്ലിൽ നിന്ന് ചോര വരികയും കുട്ടികൾ പരിഭ്രാന്തരാവുകയും വീട്ടിൽ ചെന്ന് അച്ഛനമ്മമാരോട് പറയുകയും ചെയ്തു. പിന്നെ ഇതിനെക്കുറിച്ച് ചർച്ചകളാവുകയും പ്രശ്നം വെപ്പിക്കുകയും ചെയ്തപ്പോൾ ഇത് സ്വയംഭൂവാണെന്നും ദേവിയുടെ ചൈതന്യമുള്ള സ്ഥലങ്ങളാണെന്നും ഇവിടെ കുട്ടികൾ പൂജ ചെയ്യണമെന്നും ഉത്സവം നടത്തണമെന്നും ഉത്സവം നടത്തുന്നതിന് വേണ്ടി അപ്പോഴത്തേക്ക് പെട്ടെന്ന് പെൺകുട്ടികളെ കിട്ടാതാവുകയും അവിടെ നിന്ന് ചെറുപ്പക്കാർ കൊച്ചുപിള്ളേർ ശമയവിളക്ക് കിട്ടി വിളക്കെടുക്കുകയും ചെയ്തതാണ് ഐതിഹ്യം. ഈ ദേവിയുടെ പ്രസാദമായിട്ട് തേങ്ങാതിരുവി വറുത്ത് അതിൽ നിന്ന് എണ്ണ മാറ്റി ആ കൊറ്റനാണ് നിവേദ്യമായിട്ട്, ദേവിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിവേദ്യം അതാണ്. അങ്ങനെ കൊറ്റൻ നിവേദ്യം കൊടുക്കുന്നത് കൊണ്ടാണ് കൊറ്റൻ കുളങ്ങരയായത്. സ്വയംഭൂവായ ഒരു കൽപ്രതിമയാണ് ദേവിയുടെ പ്രതിഷ്ഠ. ദേവി മഴവെള്ളത്തിൽ, ദേവിക്ക് മേൽക്കൂരയില്ലാത്ത അമ്പലമാണ് കൊറ്റംകുളങ്ങര ദേവിക്കുള്ളത്. മഴയും വെയിലും കാറ്റും കൊണ്ടിരിക്കുന്ന ഒരു ദേവി. കൊല്ലം ജില്ലയിലെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ പങ്കെടുക്കുന്ന ഉത്സവമാണ് ഈ 2 ദിവസവും നടക്കുന്നത്. മീനം 1-ാം തീയതി തുടങ്ങി 10ഉം 11ഉമാണ് കൊറ്റംകുളങ്ങര ഉത്സവം. മാർച്ച് 24-25 കൂടുതലും വരുന്നത്. അതിൽ ചെറിയ വേരിയേഷൻ, 1-2 ദിവസത്തെ വേരിയേഷൻ വരാം. മീനം 10ഉം 11ഉമാണ് ഇവിടുത്തെ ഉത്സവം. 48 മണിക്കൂർ തുടർച്ചയായിട്ടുള്ള ഉത്സവം ഇവിടുത്തെ. അതായത് രാവിലെ കുഞ്ഞുങ്ങളുടെ വിളക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ കുരുത്തോല പന്തലിൻ്റെ പണിയായി. കുരുത്തോലിൻ്റെ പണി തീരുമ്പോഴത്തേക്ക് കെട്ടുകാഴ്ചകൾ വരും. കെട്ടുകാഴ്ചക്ക് ഇറങ്ങണമെങ്കിൽ കുരുത്തോല പന്തൽ മേളിൽ കയറണം, ദേവിയുടെ അമ്പലം മേളിൽ കയറണം. കയറിക്കഴിഞ്ഞാൽ കെട്ടുകാഴ്ചകൾക്ക് ഗ്രൗണ്ടിലോട്ട് ഇറങ്ങാൻ പറ്റും. കെട്ടുകാഴ്ച പോയി കഴിയുമ്പോഴത്തേക്ക് തിരിച്ചു വരുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 12 മണിയെങ്കിലും ആകും. അത് കഴിഞ്ഞ് അടുത്ത ചടങ്ങായ ആനസേവ തുടങ്ങിക്കഴിഞ്ഞിട്ട് അടുത്തത് കച്ചേരി നടക്കുന്നതിനനുസരിച്ച് ഇവരെല്ലാം ഒരുങ്ങി നിരക്കാൻ തുടങ്ങും. 4 മണി തൊട്ട് കുഞ്ഞാലിമൂട്ടയിൽ നിന്ന് വരവ് വരും. ഈ വന്ന് കുളിച്ച് കഴിയുമ്പോഴേ ഉത്സവം പൂർണ്ണമാകത്തുള്ളൂ ഒരു ദിവസത്തെ. തൊട്ടടുത്ത ദിവസം അതേ കണക്ക് 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇതേ കണക്കുള്ള ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് 6 മണിയാകുമ്പോഴത്തേക്ക് അടുത്ത ഉത്സവം തീരും. കേരളത്തിൽ ഒറ്റ അമ്പലത്തിൽ മാത്രമേ ഉള്ളൂ ചമയവിളക്കെടുപ്പും മഹോത്സവവും കൊണ്ടാടിക്കൊണ്ടിരിക്കുന്നത്. ചമയവിളക്കെന്ന് പറയുന്നത് ഒരു തടിയിലെ പിത്തളമാകിയ ഒരു വിളക്കാണ്. അത് വെച്ച് ഇവിടെ വിളക്കെടുക്കാനുള്ള പെർമിഷനുള്ളൂ. പക്ഷെ കാലാകാലങ്ങളിൽ അതിന് മാറ്റം വന്ന താലവും ചിരട്ട വിളക്കും എല്ലാം വെച്ച് ആളുകൾ വിളക്കെടുക്കുന്നു. അവരാരും ഭക്തിസാന്ദ്രമായിട്ട് വന്നെടുക്കുന്നതല്ലെന്നാണ് ഞങ്ങളെപ്പോലുള്ളവരുടെയൊക്കെ വിശ്വാസം, ഈ നാട്ടുകാരുടെ. പിന്നെ കുഞ്ഞുങ്ങളും വിളക്കെടുക്കാറുണ്ട്. അത് രാവിലെ വിളക്കെടുക്കുന്നത് കാക്ക വിളക്കെന്നാണ് അതിന് പറയുന്നത്. അതും ഇപ്പം തട്ടത്തിൽ തേങ്ങ വെച്ച് അതിനകത്ത് കുഴിയും കെട്ടി കൊണ്ടുപോകണമാണ് ഇപ്പം പലരും എടുക്കുന്നത്. യഥാർത്ഥത്തിൽ അതിനൊന്നും ദേവിക്ക് ഇഷ്ടമുള്ളത് ഈ പറയുന്ന കാക്ക വിളക്ക്, ചമയവിളക്ക്, ഇത് രണ്ടുമാണ് ദേവിയുടെ ഇഷ്ടപ്പെട്ട വിളക്കുകൾ. കാക്ക വിളക്ക് ഒരു കമ്പിയിൽ ഒരു ചെറിയ ഇത് തൂക്കി അങ്ങനെ കൊണ്ട് ഇങ്ങനെ തൂക്കി പിടിക്കുന്ന ഒരു വിളക്കാണ് കാക്കവളം. കുട്ടികൾ മാത്രമേ എടുക്കൂ. അതും കൂടുതലും ആൺകുട്ടികളാണ്. കുഞ്ഞുങ്ങളും പെൺകുട്ടികളും എടുക്കാറുണ്ട്. കൊറ്റംകുളങ്ങര ദേവിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അമ്പലം ഉണ്ടാക്കും. കുരുത്തോലമുണ്ട്. 2 കരക്കാരാണ് ആദ്യത്തെ ദിവസം അമ്പലം ഉണ്ടാക്കുന്നത്. അമ്പലം ഉണ്ടാക്കുകയും അമ്പലം 2 ആൽത്തറയിൽ 1 ആൽത്തറയിൽ പ്രതിഷ്ഠിക്കുകയും അവിടെ ദേവി ഉത്സവം കഴിഞ്ഞ് വന്നിരിക്കുകയും ഒരു 3 മണിയാകുമ്പോൾ ദേവി കുഞ്ഞാലിമുട്ടി പോവുകയും അവിടുന്ന് തുള്ളി അനുഗ്രഹിച്ച് കുളത്തിൽ വന്ന് ആറാടുകയും അവിടെ വന്നിട്ട് നേരെ എല്ലാ വിളക്കെടുത്തവർക്കും
അനുഗ്രഹിക്കുകയും ഭസ്മം ഇടുകയും ചെയ്തതിന് ശേഷമാണ് ഈ വിളക്കിടക്ക് ഫസ്റ്റ് ദിവസത്തെ ചടങ്ങ് പൂർണ്ണമാകുന്നത്. പിറ്റേ ദിവസം അടുത്ത കരക്കാർ അമ്പലം ഉണ്ടാക്കുകയും ദേവി വെളിച്ചപ്പാടായി വന്ന് അവിടെ ഇരിക്കുകയും അത് കഴിഞ്ഞ് 3 മണിയാകുമ്പോൾ വീണ്ടും പോവുകയും കുഞ്ഞാലിമൂട്ടിൽ നിന്ന് തുള്ളി വെളിച്ചപ്പാടായിട്ട് അനുഗ്രഹിച്ചു വന്ന് കുളത്തിലിറങ്ങി നീരാട്ട് കഴിഞ്ഞിട്ട് വന്ന് ഭസ്മം ഇടുകയും ചെയ്യുമ്പോൾ ഉത്സവവും സമ്പൂർണ്ണമാകും. കാര്യസാധ്യത്തിന് വേണ്ടി ഞാൻ അങ്ങനെ വിളക്കെടുക്കാറില്ല. ദേവി, ഞാൻ ഇവിടെ ജനിച്ചു വളർന്ന ആളാണ്. എല്ലാ ദിവസവും അമ്പലത്തിൽ പോകുമായിരുന്നു. ഇപ്പോൾ വലുതായതിനു ശേഷം എല്ലാ ദിവസവും പോകില്ല. പക്ഷേ എങ്കിലും കൊച്ചുണ്ണൂർ ദേവിയുടെ ഉത്സവം വന്നാൽ നമ്മൾ വിളക്കെടുക്കും. അത് ഈ നാട്ടുകാരെല്ലാം അങ്ങനെ കാര്യം സാധിക്കാൻ വേണ്ടി എടുക്കുന്നവരല്ല. അവർ ചമയവിളക്ക് തന്നെ എടുക്കുന്നത്, ഭക്തിയോട് ഒരുങ്ങി തന്നെ എടുക്കുന്നു. പിന്നെ പുറത്തുനിന്നൊക്കെ ഉള്ളവർ അറിഞ്ഞും കേട്ടും ഒക്കെ വന്നിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ കർണാടകത്തിൽ നിന്നൊക്കെ വന്ന് അവർ വിളക്കെടുത്തിട്ടുണ്ട്. അവരൊക്കെ എന്തെങ്കിലും കാര്യം സാധിക്കാൻ വേണ്ടി അവർ പറഞ്ഞിട്ടുണ്ട്. ഒരു പ്രതീക്ഷ കിട്ടിയിട്ടും ഉണ്ടെന്നാണ് അവർ പറയുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നാട്ടുകാരാ. നമ്മൾ വിശ്വാസത്തിൻ്റെ പുറത്ത് ദേവിയുടെ ഇഷ്ടത്തിൻ്റെ കൂടെ നടക്കും. കൊച്ചുകുട്ടി തൊട്ട് എത്ര വയസ്സുള്ളവരും എടുക്കും. 90 വയസ്സുള്ളവർ വരുമെന്നുള്ളത്. 10 ദിവസത്തെ വ്രതം എടുത്തോണ്ടാണ് മിക്കവാറും ആളുകൾ വിളക്കെടുക്കുന്നത്. മീൻ മാംസം ഒന്നും കഴിക്കാറില്ല. എല്ലാ ദിവസവും കുളിച്ചിട്ട് അമ്പലത്തിൽ പോകും. വീട്ടിൽ എന്തെങ്കിലും അശുദ്ധി ഉണ്ടെങ്കിൽ അത് ഇല്ലാതാക്കിയിട്ടേ ചെയ്യത്തുള്ളൂ എല്ലാവരും. ഞങ്ങളൊക്കെ പുതിയ ഡ്രസ്സ് മേടിക്കും. പുതിയ എല്ലാ ഡ്രസ്, എൻ്റെ ബ്ലൗസ് ആയാലും ഇതൊക്കെ പുതിയത് മേടിച്ചാൽ ഞങ്ങളൊക്കെ ചെയ്യുന്നത്. എൻ്റെ മോനിപ്പോൾ എടുക്കുന്ന ഹാഫ് സാരി, ഞാനൊരു സാരിയും ഒരു ബ്ലൗസും മേടിച്ചു. എനിക്ക് ഈടാക്കാത്തോണ്ട് ഒരു 15 ബ്ലൗസാണ് മേടിച്ചത്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത് കൃത്യമായിട്ടും അതിനൊക്കെ കൃത്യത വേണം. എല്ലാവരും അങ്ങനെയാണ്, മിക്കവാറും ഉള്ളവരിലൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത്. കൊച്ചുകുട്ടികൾക്കൊന്നും ആ വിശ്വാസത്തിലോട്ട് എത്തിയിട്ടില്ല. അവർ അമ്മ പറയുന്നു, അത് കേൾക്കുന്നു എന്നുള്ളത്. അമ്പലത്തിൽ കൃത്യമായിട്ട് പോകും. മേക്കപ്പ് ഇവിടെ എല്ലാം ചമയവിളക്കും മേക്കപ്പ് സെൻ്ററും ഉണ്ട്. മിക്കവാറുകളെല്ലാം അവിടെ പോയി എടുക്കും. ഞാനും അവിടെയായിരുന്നു ഒരുക്കൊണ്ടിരുന്നത്. ഇപ്പം അതിനൊരു ഇറിറ്റേഷൻ പോലെ തോന്നുന്നുകൊണ്ട് വീട്ടിൽ തന്നെ ഒരുങ്ങാൻ തീരുമാനിച്ചു. ഭാര്യയും മോളും ഉണ്ടായിരുന്നു. മോക്കിപ്പം വയ്യാത്തതുകൊണ്ട് ഇപ്പം ഭാര്യ ഒറ്റയ്ക്ക് ഒരുക്കേണ്ടി വരും. ഇവിടെ നല്ല രീതിയിൽ കളിയാക്കുന്നത് ദേവിക്ക് ഇഷ്ടമാണ്. പുറത്തുനിന്ന് വന്ന് ഒരുപാട് പേര് കളിയാക്കും. ഒരാൺ പെണ്ണുവേഷം കെട്ടുമ്പം ഉണ്ടാകുന്നൊരു അട്രാക്ഷൻ കൊണ്ടും അവരുടെ ആ ഒരു സൗന്ദര്യം വരുമ്പോൾ ഉണ്ടാകുന്നൊരു രീതി കൊണ്ടും കളിയാക്കുന്നത്. പക്ഷെ അതിനൊന്നും കുഴപ്പമില്ല. പക്ഷെ കയറി അവരെ പിടിക്കുക അതൊക്കെ വരുമ്പം ഈ നാട്ടിൽ നിന്ന് അങ്ങനെ പെട്ടെന്ന് പോകാനും നോക്കത്തില്ല. അതൊക്കെ കമ്മിറ്റി ഞങ്ങൾ സ്ട്രോങ്ങാണ്. ഞാൻ എൻ്റെ കൊച്ചിലേക്ക് നല്ല രീതിയിൽ ഒരുങ്ങി പല വേഷങ്ങളിൽ ഒരുങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരുങ്ങി നിൽക്കുമ്പം അന്നൊക്കെ വള്ളിക്കീഴിൽ നിന്നൊക്കെ അന്നൊക്കെ ഇവിടെ വലിയ ഈ പറയുന്ന ഇടിച്ചു കയറ്റമൊന്നുമില്ല, നമ്മൾ തന്നെ ഒരുക്കുന്നത്. അപ്പം പുറത്തുനിന്ന് വന്ന് കൊച്ചു പിള്ളേർ, എൻ്റെ പ്രായത്തിലുള്ളവരൊക്കെ വന്ന് നമ്മളെ ദേഹത്ത് കയറി പിടിക്കുമ്പോൾ ഇതൊക്കെ വലിച്ചു ഊരും. അപ്പോൾ പിന്നെ ഞങ്ങൾ പറയുന്നത് ഇപ്പം വരാമെന്ന് പറയും. ഇതെല്ലാം കൂടെ വാരി വീട്ടിലോട്ട് അയച്ചെറിഞ്ഞിട്ട് ഓടിപ്പോയിട്ടിട്ട് അടിക്കുമായിരുന്നു. കൊച്ചിലെ അടിയൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മളെ ദേഹത്ത് കയറി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത് ഒരുങ്ങി നിൽക്കുമ്പോൾ ഇതല്ല, പിന്നെ ദാ വരുന്നെന്ന് പറയും. നിങ്ങളിവിടെ നിൽക്കണേന്ന് പറയും. പരിചയമില്ലെങ്കിലും പറയും. അങ്ങനെ അടിച്ചിട്ടുണ്ട്. എല്ലാ ഉദ്യോഗസ്ഥരും, ഏത് ഉദ്യോഗസ്ഥരായാലും ഇവിടുത്തെ ഉള്ളവരെല്ലാവരും എടുക്കും. മാത്രമല്ല പുറത്തുനിന്ന് അവരുടെ പേരറിഞ്ഞുകൊണ്ട്, ഇപ്പം എൻ്റെ കെയർ ഓഫിൽ അറിഞ്ഞുകൊണ്ട് പുറത്തുനിന്ന് വന്ന് വിളക്കെടുക്കുന്ന ഇഷ്ടം പോലെ ഉണ്ട്. അത് ഞാൻ ഗൾഫിലായിരുന്നപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് കർണാടകത്തിൽ നിന്ന് ഇവിടെ വന്ന് എന്നെ തപ്പിപ്പിടിച്ച് ഇവിടെ വന്ന് വിളക്കെടുത്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് പേര് പുറത്തുനിന്ന് വരുന്നുണ്ട്. കൊറ്റങ്കുളൂർ ദേവി എന്ന് പറയുന്നത് ആണുങ്ങൾ പെൺവേഷം കെട്ടിയെടുക്കുന്ന അമ്പലമാണ്. അത് ആണുങ്ങൾ മാത്രം പെൺവേഷം കെട്ടിയെടുക്കാനുള്ളതാണ്. അതർവൈസ് എടുക്കുന്നെങ്കിലും ഭക്തിസാന്ദ്രമായിട്ട് വന്നെടുക്കുക, അത്രേ ഉള്ളൂ. അവർ ഇവിടുത്തെ ചമയവിളക്കെടുത്താൽ ഇവിടെ വിഷയമൊന്നുമില്ല. അവർ വരുന്നത് ചമയവിളക്കെടുക്കാനല്ല. അവർ ഡെയിലി വന്ന് ഇപ്പോൾ 2 ദിവസം കൊണ്ട് അവർ 4-5 ഡ്രസ്സ് മാറി ഓരോ കാലവും വെച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുന്നില്ല. അതിനകത്ത് അവരുടെ വിശ്വാസം എന്തോന്നും നമുക്ക് മനസ്സിലാവുന്നില്ല. വിശ്വാസമുള്ളവർ വിശ്വാസം അർപ്പിക്കുന്ന രീതിയിൽ വിളക്കെടുക്കണം, ചമയവിളക്കെടുക്കണം. പിന്നെ നമ്മൾ വേറെ ഒന്നും കുറ്റം പറയല്ല. ചമയവിളക്കാണ് ഇവിടുത്തെ ആചാരാനുഷ്ഠാനം. ചമയവിളക്കെടുത്തില്ലെങ്കിൽ പിന്നെ അതുകൊണ്ട് അർത്ഥമില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ.
നല്ല വേഷം കെട്ടും. ഞാൻ കഥകളി വേഷം കെട്ടി ഒരുങ്ങിയിട്ടുണ്ട്. ഇവിടുത്തെ ഏറ്റവും നല്ല വിളക്കാണെന്ന് പറഞ്ഞിട്ടുണ്ട് പണ്ട്. ഫോട്ടോ ഒക്കെ അന്ന് പത്രത്തിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഇപ്പം ഞാൻ അങ്ങനെ ഒന്നും ഒരുങ്ങാറില്ല. സാരിയും ബ്ലൗസും സാധാ ഒരുക്കം. കേരള തനിമയുള്ള വസ്ത്രങ്ങളാണ് ഇവിടെ വെട്ടാൻ പറ്റുന്നത്. പക്ഷെ ഇപ്പൊ എല്ലാരും ചുരിദാറും കെട്ടും. ഞാനങ്ങനെ ഒരുങ്ങുമ്പോൾ എക്സൈറ്റഡ് ഒന്നുമില്ല. ഒരുങ്ങുമ്പം ദേവിക്ക് വേണ്ടി വിളക്കെടുക്കുന്നു എന്നുള്ളതല്ലാതെ അങ്ങനെ ഒരു പ്രത്യേകതയൊന്നുമില്ല. ഡ്രസ്സിന്റെ ചൂട് അപാരം. അല്ലാതെ വേറെ കളിയാക്കുന്നതൊക്കെ പണ്ട് കാലത്തൊക്കെ നമുക്കൊരു ഇറിറ്റേഷൻ വരുമെങ്കിൽ ഇപ്പം അങ്ങനൊന്നുമില്ല. ഇപ്പം നമ്മളെ കണ്ടാൽ എല്ലാവരും ഓടി ഒന്ന് കളിയാക്കും. അവർ കളിയാക്കിയിട്ട് പോകും. അതൊന്നും നമ്മളെ ബാധിക്കുന്ന പ്രശ്നങ്ങളൊന്നുമല്ല.